ഹലോ നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെൻഡാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേബി ഡെലിവറി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഇപ്പൊ എല്ലാത്തിനും വ്ളോഗും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയാം ഒരാളൊരു പ്രണയം, അത് ആദ്യം ലവ് സ്റ്റോറി ആയിരിക്കും, ലവ് സ്റ്റോറി, പിന്നെ എൻഗേജ്മെന്റ്, പിന്നെ അവരുടെ ഹൽദി, പിന്നെ കല്യാണം, പിന്നെ കൊച്ചുങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പൊ എല്ലാവരും വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന പറഞ്ഞാൽ, ഈ അടുത്തിടെ നമ്മൾക്ക് അറിയാം നമ്മൾ ഈ ബേബി ഡെലിവറി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു യൂട്യൂബറാണ് പ്രവീൺ. കുറെ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, പ്രവീൺ പ്രണവ്. ഓക്കെ, കുറെ പേർക്കെങ്കിലും അറിയുന്നുണ്ടാവും, കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും. കാരണം 4 മില്യൺ സംതിങ് സബ്സ്ക്രൈബർ കൗണ്ട് ഒക്കെ ഉണ്ട് അവർക്ക്. ഓക്കെ, അപ്പം ഓരോ ലോങ് വീഡിയോസിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അധികം വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല ഒരു യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അവർ മെയിനായിട്ട് ഇടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗ്സ്, ഫാമിലി ചലഞ്ചസ്, അതായത് ഫാമിലിനെ കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അവർ എന്ത് ചെയ്തെന്ന് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് നല്ല രീതിക്കുള്ള എന്താ പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെന്റോടെയാണ് ഓരോ വ്യൂവേഴ്സും അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കമന്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ അടുത്തിടെ ഈ പ്രവീൺ പ്രണവ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമുക്ക് ഈ അടുത്തിടെ നോക്കിക്കഴിഞ്ഞാൽ വന്ന വീഡിയോസ് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ പ്രവീണിന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ലവ് മാരേജ് ആയിരുന്നു. അപ്പം മൃദുല എന്ന പേര്. അപ്പം അവരുടെ എന്താ പറയുക ഡെലിവറി വ്ളോഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ അടുത്തിടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം കമന്റ്സ്, അതായത് നെഗറ്റീവ് കമന്റ്സും പോസിറ്റീവ് കമന്റ്സും ഒരുപാട് അധികം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ പ്രധാനമായിട്ടും ഉയർന്നൊരു കാര്യം എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവര് വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും തിരഞ്ഞെടുക്കാതെ ഇത്തരത്തില് എന്തിനാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുത്തതെന്നായിരുന്നു ഒരു വലിയ ചോദ്യം. അത് നമുക്ക് ആ വ്ളോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ആദ്യം തന്നെ നമുക്ക് ഈ പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പം അവർ ആദ്യം തന്നെ, അതായത് ഈ മൃദുലേനെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചിന്തിക്കാമല്ലോ, ഇത്രയും കൂടുതൽ ഫെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പം നമുക്കൊരു അവരുടെ ഒരു റിച്ച് പുവർ എന്നുള്ളൊരു ചിന്താഗതിയാണ് ആൾക്കാർക്ക്. അതായത് കൂടുതൽ പൈസക്കാര് എന്താ ചെയ്യാ വെച്ചാല് ഇത്തരത്തിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കൊക്കെയാണ് സാധാരണ കൊണ്ടുവരാറ്. അപ്പം എന്തുകൊണ്ട് ഇവര് ഇത്തരത്തില് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി? ഓക്കെ, അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവര് നേരെ മൃദുലനെ കൊണ്ടുപോകുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അവര് പറയുന്നത് എന്തോ അവിടെ അത്തരത്തിലുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തിട്ട് നേരെ പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്കാണ് നേരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ അവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു ഷിഫ്റ്റ് നേരെ ഒരു നല്ല ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആയിക്കൂടെ എന്നാണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പൈസക്കാരായിട്ടുള്ള ആൾക്കാരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും, പാവങ്ങളാണ് എപ്പോഴും ഈ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ വളരെയധികം കുറവാണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്ലീൻനെസ്, അങ്ങനത്തെ പല അധികം കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഓക്കെ, അപ്പം അതിന് പ്രത്യേകിച്ച് മറുപടിയോ കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തിരുന്നില്ല ആദ്യം. ഇപ്പോൾ കറന്റ്ലി അതിനുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ Q&A ആയിട്ടൊക്കെ അവർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എൻ്റെ ഒരു അതിൽ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഈ പ്രവീൺ എന്ന് പറഞ്ഞുള്ള മൂപ്പര് ജനിച്ചതും എവിടെയാ, ഈ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവിടേക്ക് പ്രിഫർ ചെയ്തത്. അപ്പൊ നമ്മൾ ആ വ്ളോഗ് മൊത്തമായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പ്രവീൺ അവിടെ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടം. അതായത് പ്രോപ്പറായിട്ടുള്ള വാർഡും കാര്യങ്ങളൊക്കെ അവിടെ കുറവായിരിക്കുമല്ലോ, അതായത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പേഷ്യന്റിന് മാത്രമായിരിക്കും, പേഷ്യന്റിനും പിന്നെ 1-2 ആൾക്കാർക്ക് മാത്രമായിരിക്കും ഒരു റൂമിലും കാര്യങ്ങളിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഈ പ്രവീൺ എന്ന് പറഞ്ഞ ഇയാളെന്ന് പറയുന്നത് പുറത്തും കാര്യങ്ങളിലൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, പ്രവീൺ പുറത്തും കാര്യങ്ങളിലൊക്കെയാണ്, അതായത് പുറത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വളരെ കഷ്ടപ്പെട്ടിറക്കിയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം വ്യൂസ് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ? നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വലിയ യൂട്യൂബറാണ്, ഒരുപാടധികം റിച്ചുമാണ്.
ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് മെയിനായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ താലൂക്ക് ഹോസ്പിറ്റലിന് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആംബുലൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആംബുലൻസ് കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അതായത് അവിടെ ആംബുലൻസിനെ പറ്റിയിട്ട് അവർ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ എന്തോ ആംബുലൻസ് ആൾക്കാർ സ്ട്രൈക്കാണ്, അപ്പോൾ അതുകൊണ്ട് ആംബുലൻസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി കേസിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആംബുലൻസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ അത്തരത്തിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം അതാണ്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഫാമിലി വ്ളോഗാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് പ്രണവും പ്രവീണും പിന്നെ അച്ഛനും അമ്മയായിരുന്നു ആദ്യം മൊത്തത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ. അവരായിരുന്നു ഈ ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ മുന്നേ കണ്ട ഒരു യൂട്യൂബറാണ്. അതായത് ഫസ്റ്റ് ഇതിൽ മെയിനായിട്ട് വന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചിങ് വ്ളോഗ്സ് ആണ്. അതായത് വീഡിയോസ് ആണ്, ചലഞ്ചസ്, ഓരോ ചലഞ്ചസ് കാര്യങ്ങളൊക്കെ, ഫണ്ണായിട്ടുള്ള കുറേ ചലഞ്ചസും കാര്യങ്ങളൊക്കെ, അതായത് ഫാമിലീനെ മൊത്തം ഉൾക്കൊള്ളിച്ചിട്ട് ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം പെട്ടെന്ന് എന്താ പറയുക, ഇത്തരത്തിലൊരു വ്ളോഗ് കാര്യങ്ങൾ, അതായത് ഈ അടുത്തിടെ വന്ന വ്ളോഗിലും കാര്യങ്ങളിലൊന്നും ഈ അച്ഛനെയോ അമ്മേനെയും പിന്നെ എന്താ പറയുക ആ ഒരു അനിയനെയും കാണുന്നില്ല. ഓക്കെ. അപ്പോൾ അത് പലർക്കും എന്താ പറയുക അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ട്രൂത്താണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം ഒന്നിച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഈ ഒരു പെർട്ടിക്കുലർ ഏറ്റവും അടുത്ത് ആൾക്കാർ വേണ്ട ഒരു സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ ആൾക്കാരെ കണ്ടിട്ടില്ലെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യം തന്നെയാണ് അത്. ഓക്കെ. അപ്പോൾ അതിന് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ മൂപ്പര് കൊടുത്താൽ എന്താ വെച്ചാൽ, പ്രവീൺ കൊടുത്താൽ എന്താ വെച്ചാൽ, എന്താ പറഞ്ഞ അവർ വന്നിട്ടുണ്ട്, പക്ഷെ ആ സിറ്റുവേഷനിൽ വ്ളോഗ് എടുക്കാൻ വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പ്രവീൺ പറയുന്നത്. ഓക്കെ. പക്ഷെ നമ്മൾ ആ ഒരു വ്ളോഗിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൃദുലേൻ്റെ അച്ഛനും അമ്മയും മൃദുലയും പിന്നെ പ്രവീണുമാണ് ഉള്ളത്. ബാക്കി ആരും കാണുന്നില്ല. പിന്നെ എന്താ പറയുക കുട്ടി, അതായത് ഡെലിവറി കഴിഞ്ഞ ശേഷം കുട്ടിക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ് ഈ പ്രവീണ് എല്ലായിടത്തു നിന്നും എടുത്തൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പം ആ ഒരു സമയത്ത് ഇവരുടെ ഈ ഫാമിലീനെ ഒന്നും അടുത്ത് കാണാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു വന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, കുറേ പേർക്ക് നിൽക്കാനുള്ള ഫെസിലിറ്റിയോ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും പ്രോബ്ലം. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഉയർന്നു വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ താല്പര്യമാണ്. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരുപാടധികം വേറെ ചിന്താഗതിയും കൺസേണൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പം എന്താ പറയുക നമ്മുടെ ചൂഷണം ചെയ്യും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പലധികം കേസസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അതായത് നോർമൽ ഡെലിവറിക്ക് പറ്റുന്ന ആളെ പിടിച്ചിട്ട് നേരെ സിസേറിയൻ ആക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ. അപ്പം അതിന്ന് പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ശ്രമിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതൊക്കെയാണ് മേജറായിട്ട് അവിടെ വന്നിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, ഇവർക്ക് ഇടയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. പിന്നെ പ്രണവ് വേറൊരു പുതിയ ചാനൽ തുടങ്ങി, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ അധികം കഥകൾ പിന്നെയും കേൾക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ അവർ അടിച്ചു പിരിഞ്ഞാണ്. ഓക്കെ. പക്ഷെ അതിനുള്ള ആൻസറും കാര്യങ്ങളൊക്കെ അവർ കറൻ്റ്ലി വന്ന വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, എന്താ പറയുക, ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽ വ്ളോഗ് എടുക്കാൻ ആർക്കും പറ്റില്ല. ഓക്കെ. അത് ശരി തന്നെയാണ്. അപ്പോൾ വ്ളോഗ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. അവരൊക്കെ വന്നിട്ടുണ്ട്, കുട്ടിയാണ് കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്ലീൻനെസ്സിനെ പറ്റിയിട്ടും ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൻ്റെ ക്ലീൻനെസ് കുറച്ച് കുറവാണെന്നൊക്കെ പ്രവീൺ അതിൽ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ അവർ മാറ്റി പറയല്ല, അതായത് ഹോസ്പിറ്റലിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ പുറത്താണ് എന്താ പറഞ്ഞ തരത്തിൽ ക്ലീൻനെസ് കുറവും കാര്യങ്ങളൊക്കെ. അത് മെയിനായിട്ടും ഇത്തരത്തിൽ ആൾക്കാർ തന്നെ ഉണ്ടാക്കുന്ന ഓരോ അധികം പ്രശ്നങ്ങളാണ്. അതായത് അവർ കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയാം, അങ്ങനെ ഉണ്ടാവുന്ന വേസ്റ്റ്. അല്ലാതെ അതിന് നമുക്ക് ആർക്കും കുറ്റം പറയാം, ഈ ആൾക്കാരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് ആ കാര്യമുള്ളൂ.
അല്ലാതെ ഹോസ്പിറ്റലിൻ്റെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഓരോ ആൾക്കാരും വ്യക്തികൾ മാറുന്നതോറും മാത്രമേ നമുക്ക് അതൊക്കെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ ആരും ചെയ്യൂല, മെയിനായിട്ടും ചെയ്യൂല. പക്ഷെ നമ്മൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഗവൺമെൻറ് ഇതിൽ നമ്മൾക്ക് എന്താ പറയുക ഒരു ഫ്രീഡം ഉള്ള മാതിരി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ മാറ്റിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ അവിടെയും കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം വേറെ അധികം കോൺട്രവേഴ്സീസും കാര്യങ്ങളിലൊക്കെ ഒന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. എല്ലാത്തിനുള്ള മറുപടി നമുക്ക് ആ വീഡിയോ തന്നെ, ആ വ്ളോഗിൽ തന്നെ അവർ പറയുന്നുണ്ട്. ഓക്കെ.